UDF നേതൃത്വം നൽകുന്ന മലയോര സമരയാത്രയ്ക്ക് കോതമംഗലത്ത് ഉജ്ജ്വല സ്വീകരണം. വനഭേദഗതി നിയമം പിൻവലിപ്പിക്കാൻ കഴിഞ്ഞത് യാത്രയുടെ നേട്ടമാണെന്ന് PJ ജോസഫ് MLA അവകാശപ്പെട്ടു. വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് സാധാരണ ജനങ്ങളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് കോതമംഗലത്ത് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF അധികാരത്തിൽ വന്നാൽ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ആദ്യ പരിഗണന നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ജനപദത്തിന്റെ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സങ്കടങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേരളത്തിൽ ആദ്യമായി ഒരു ജാഥ നടക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു 5-6 മാസം മുമ്പ് വയനാട്ടിൽ മാനന്തവാടിയിൽ ആന ചവിട്ടിക്കൊന്ന അജീഷിൻ്റെ വീട്ടിൽ ഞാൻ പോയി. എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അജീഷിൻ്റെ മകൾ 6ാം ക്ലാസ്സുകാരി എന്നോട് ചോദിച്ചു, സാറേ, ഞാൻ അനാഥയായി, എനിക്കിനി ആരുമില്ല, എൻ്റെ അപ്പം പോയി, ഇനി എന്നെ പോലുള്ളൊരു അനാഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് സാറിന് ഉറപ്പ് പറയാൻ പറ്റും. എന്തൊരു ചോദ്യമായിരുന്നു. നമ്മൾ രാഷ്ട്രീയ നേതാക്കൾ, പൊതുപ്രവർത്തകർ മറുപടി പറയാനില്ലാതെ പകച്ചു പോകുന്ന, വല്ലാതെ എൻ്റെ മനസ്സിനെ വേട്ടയാടിയ ഒരു കാര്യം. എനിക്കിപ്പോഴും ആ കുഞ്ഞിൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പര്യടനം നടത്തുന്ന മലയോര സമരയാത്രയ്ക്ക് കോതമംഗലത്ത് നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ദേശസാൽകൃത ബാങ്കിൽ നിന്നും, ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും, കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നും കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുകയാണ്. ഇത്രമാത്രം ജപ്തി നോട്ടീസ് മലയോര മേഖലയിൽ ഉണ്ടായ ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? എവിടേക്ക് പോവാ ആളുകൾ? എങ്ങനെ അടച്ചു തീർക്കും? കൃഷി മുഴുവൻ പോയി. ഒരു കൃഷി ഇറക്കി അതിൽ നിന്ന് ഉൽപ്പന്നം കിട്ടിയിട്ടാണ്, അത് വിറ്റിട്ടാണ് ആദ്യത്തെ കടം തീർത്ത് രണ്ടാമത് ഇറക്കുന്നത്. എവിടെ ഇറക്കാൻ? എവിടെ കടം വീട്ടാൻ? കടം പെരുകയാണ്. വീടാൻ ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട സ്ഥിതിയിലേക്ക് പോവുകയാണ്. എന്തു നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്? ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, കഴിഞ്ഞ 3.5 വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് നിരവധി പ്രാവശ്യം MLA-മാരെല്ലാം ഇരിക്കുന്നത്. എത്ര പ്രാവശ്യമാണ് ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നത്? ഒരു സെഷൻ പോലും മലയോരത്തെ ജനങ്ങളുടെ സങ്കടം ഞങ്ങൾ പറയാതിരുന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ മറുപടി? ഒരു നിസ്സംഗതയാണ് മറുപടി. ഒന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. വെറുതെ ജാഥ നടത്തല്ല, 2 രീതിയിൽ ചെയ്യണം. ഒന്ന്, പരമ്പരാഗതമായ രീതിയിൽ ഇവിടെ പറഞ്ഞു, മതിൽ കെട്ടാം, കിടങ്ങ് കുഴിക്കാം, സൗരോർജ വേലിയാവാം, ഇലക്ട്രിക് ഫെൻസിങ് ആവാം, ഹാങ്ങിങ് ഫെൻസിങ് ആവാം, പലതരത്തിൽ റെയിൽ ഗാർഡ് വയ്ക്കാം, പരമ്പരാഗതമായ രീതിയിൽ തടയാം. പരമ്പരാഗത രീതിയിലോ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചോ വന്യമൃഗങ്ങളെ തടയാൻ യാതൊരു ഉപാധിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ലെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. ജനുവരി 31 വെള്ളിയാഴ്ച വൈകിട്ടോടെ അങ്കമാലിയിൽ നിന്ന് കോതമംഗലത്ത് എത്തിച്ചേർന്ന ജാഥയെ മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്നും സ്വീകരിച്ച് നൂറുകണക്കിന് പ്രവർത്തകരുടെയും വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ജവഹർ തിയേറ്ററിന് സമീപമുള്ള സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു. വളരെ മാരകമായി ജനങ്ങളെ ബാധിക്കുന്ന വനഭേദഗതി നിയമം പിൻവലിപ്പിക്കാൻ കഴിഞ്ഞതാണ് മലയോര സമരയാത്രയുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. അത്രമാത്രം സ്വീകാര്യതയാണ് ഈ ജാഥയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏതായാലും വളരെ മാരകമായ ഒരു നിയമം, വനഭേദഗതി നിയമം പിൻവലിക്കാൻ കഴിഞ്ഞത് ഈ ജാഥയുടെ ഏറ്റവും വലിയ നേട്ടമാണ്. ഈ ജാഥ പ്രഖ്യാപിച്ച ഒറ്റ കാര്യം കൊണ്ടാണ് പിൻവലിച്ചതെന്ന് ഞാൻ കരുതുകയാണ്. ഈ ജനവാസ മേഖലയിൽ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി, വന്യജീവികൾ ഇറങ്ങി ജനങ്ങളുടെ ജീവനും സ്വത്തിനും
ഒരു സുരക്ഷയുമില്ലാത്തൊരു കാലം വന്നിരിക്കുന്നു. ഇത് പരിഹരിക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാവണം. UDF ജില്ലാ കൺവീനർ ഷിബു തെക്കൊമ്പറം സ്വീകരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വന്യമൃഗങ്ങൾ പെരുകിയ സാഹചര്യത്തിൽ വനനിയമം മാറ്റി എഴുതണമെന്ന് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ കഴിഞ്ഞ കേരള നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഏറ്റവും പാവപ്പെട്ട വനത്തിൻ്റെ പരിസരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും അപകടമായിട്ടുള്ള വനസംരക്ഷണ നിയമം ഈ സഭയിൽ കഴിഞ്ഞ തവണ പാസ്സാവാതിരുന്നത് ഈ ജാഥ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വിജയിച്ചൊരു യാത്രയാണ്. അതിൻ്റെ കാരണം മറ്റ് യാത്രകളിൽ നിന്നും വ്യത്യസ്തമായി ഭീതിയോടെ ജീവിക്കുന്നൊരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര, കേരളത്തിലെ കർഷകനെ സംരക്ഷിക്കാനുള്ള യാത്ര. ഈ യാത്രയുടെ ഉദ്ദേശം വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നിപ്പോൾ കേരളത്തിലെ വനപ്രദേശങ്ങളുടെ പരിസരത്ത് താമസിക്കുന്ന ജനത, ആ ജനത എന്ന് പറയുമ്പോൾ ഇടുക്കിയുണ്ട്, കോതമംഗലത്തിൻ്റെ പരിസര പ്രദേശങ്ങളുണ്ട്, വയനാടുണ്ട്, അതുപോലെ തന്നെ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ കുടിയേറ്റ പ്രദേശങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് വന്യമൃഗങ്ങൾ അതിൻ്റെ എല്ലാ ശക്തിയോടും കൂടെ ജനങ്ങളെ ആക്രമിക്കുന്ന കാഴ്ചകൾ ഇന്ന് നിത്യ കാഴ്ചകളാണ്. MM ഹസൻ, മുഹമ്മദ് ഷാ, രാജൻ ബാബു, ഡീൻ കുര്യാക്കോസ് MP, മുഹമ്മദ് ഷിയാസ്, ഷമീർ പനക്കൽ, ജോസഫ് വാഴക്കൻ, MS എൽദോസ്, MLA മാരായ അനൂപ് ജേക്കബ്, മാത്യു കുഴൽനാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.